കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലായെന്ന് സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ. സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി. കേരള ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ സ്റ്റേഡിയത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും. പ്രാഥമിക ഘട്ട പരിശോധനയിൽ വീഴ്ചകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഫുട്ബോൾ അസോസിയേഷൻ 24-നോട് പറഞ്ഞു. സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് മത്സരങ്ങൾക്ക് മൈതാനം വിട്ടു നൽകിയതിൽ കോർപ്പറേഷൻ വെട്ടിലായിരുന്നു. മൈതാനത്തെ പുല്ല് കരിഞ്ഞുണങ്ങിയെന്ന പരാതിയിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനെ വിളിപ്പിച്ച് സ്റ്റേഡിയം പരിശോധിച്ചപ്പോൾ വലിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്റ്റേഡിയത്തിലെ പുല്ല് കരിഞ്ഞുണങ്ങുകയും പൈപ്പുകൾ പൊട്ടുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മൈതാനം പൂർവ്വസ്ഥിതിയിലാണെന്നാണ് സൂപ്പർ ക്രോസ് ലീഗ് അധികൃതരുടെ അവകാശവാദം. സ്റ്റേഡിയത്തിന്റെ തൽസ്ഥിതി പരിശോധിച്ചു വരികയാണെന്നും ഫുട്ബോൾ അസോസിയേഷൻ. നമ്മളിപ്പോ കണ്ടത് കേരള എന്താ പറയാ, നമ്മുടെ പ്രഥമ ദൃഷ്ടിയ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. കളിക്ക് പ്ലേയബിൾ കണ്ടീഷൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 1 ടണ്ണിൽ താഴെ മാത്രം ഭാരമുള്ള റോളറുകളെ മൈതാനത്ത് ഇറക്കാവുന്നിരിക്കെ 80 ടണ്ണോളം ഭാരമുള്ള ടിപ്പർ ലോറികൾ തലങ്ങും വിലങ്ങും ഓടിയതോടെയാണ് മൈതാനത്തിൽ നിന്ന് വെള്ളമൊഴുകി പോകാനുള്ള പൈപ്പുകൾ പൊട്ടിയത്. മണ്ണിന്റെ മൃദുഘടന നഷ്ടമായെന്നും KDFA കണ്ടെത്തിയിരുന്നു. സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലായതോടെ മത്സരങ്ങൾ നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ അസോസിയേഷൻ. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.